കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കുറേ ബ്ലൗസുകൾ മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. ഇതും അതുപോലെ തന്നെ ഒരു 6 ബ്ലൗസ് ഉണ്ടായിരുന്നു. 6ഉം ഒരേ കസ്റ്റമറുടെ തന്നെയാണ്. ഒരു 5 എണ്ണത്തിന് നമുക്ക് ലൈനിങ് ഉണ്ടായിരുന്നില്ല. ഒരെണ്ണത്തിനാണ് കേട്ടോ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കണത്. അത്യാവശ്യം വലിയ ബ്ലൗസാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അയണൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആൾ വന്ന് കൊണ്ടുപോയാൽ മതി. ബ്ലൗസിൻ്റെ സൈസ് വന്നേക്കണത് 42 ആണ്. അപ്പോൾ എല്ലാം തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ വന്നത് കൊണ്ടുപോവുകയും ചെയ്തു. ലാസ്റ്റ് വരുന്ന ബ്ലൗസിന് മാത്രമാണ് കേട്ടോ ലൈനിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ തയ്ച്ച് അയണൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ എന്താ ചുമ്മാ എംബ്രോയ്ഡറിയൊക്കെ ചെയ്ത് നോക്കാം. എന്നാൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഈ മെഷീനിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ട്വൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ വല്ലതും എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുമോ എന്നാണ് കേട്ടോ നോക്കണത്. എൻ്റെ മെഷീൻ വന്നിട്ട് ഉഷ ജെനോമി അല്ലറാണ്. അപ്പോൾ ഞാൻ എന്താ അതിലിങ്ങനെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതിൽ കുഴപ്പമില്ലാണ്ടൊക്കെ വരുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ടൈം വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ കൈ വെച്ച് ചുമ്മാ ഒരു പടമൊക്കെ വരച്ചെടുത്തിട്ട് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാണ് കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇനി ഒന്നാമത്തെ കുഴപ്പം ഇതിനകത്ത് വലിയ റിങ്ങുകളൊന്നും വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വലിയ റിങ്ങുകളൊന്നും വെക്കാൻ പറ്റില്ല. എൻ്റെ ചെറിയ റിങ് കാണാനുമില്ല. അപ്പോൾ ഞാൻ എന്താ ഒരു വിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചുമ്മാ ഒരു ഫ്ലവറാക്കി എടുത്തോട്ടു. ഇത് ആവശ്യത്തിനൊന്നും അല്ല, വെറുതെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടുക. അപ്പം ഞാനൊന്നും ചെയ്യാതെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്തിട്ട് തന്നെ ഇത്രയും വലിയ കുഴപ്പമില്ലാതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്ലവർ വലിയ ലുക്കുള്ള ഫ്ലവറൊന്നുമില്ല, ഞാൻ ചുമ്മാ കൈകൊണ്ട് വരച്ചെടുത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വരച്ച് നല്ല വൃത്തിയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല മെനക്ക് തന്നെ കിട്ടുവേ. ഈ മെഷീൻ വന്നപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ കുറേ എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്ത് നോക്കും കേട്ടോ, ഇടയ്ക്കിടയ്ക്കെങ്കിലും. അപ്പം നമുക്ക് ഒന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് നോക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. സ്കേർട്ടിൻ്റെ അടിഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കൂടുതലും റോൾഡ് ഹെം ഫുട്ട് ഉപയോഗിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നോർമൽ യൂസിനൊന്നും ഞാൻ ആ മെഷീൻ ഉപയോഗിക്കാറില്ല. ഇത് വന്നിട്ട് ഒരു ചുരിദാറാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് വെച്ചേക്കാണ്, തേച്ചിട്ടില്ല കേട്ടോ. അത് ഇനി അയൺ ചെയ്തിട്ട് കൊടുത്തേച്ചാൽ മതി. പക്ഷേ എൻ്റെ പാൻറ്റ് തേച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ അടുത്ത ചുരിദാറാണ്. ഇതിൻ്റെ കഴുത്ത് കയറിയ വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുത്ത് കയറ്റിയാണ് തയ്ച്ചേക്കുന്നത്. പാൻറ്റ് ഒരു പെൻസിൽ ബോട്ടമാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. സൈഡിലൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും അറിയാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു പീസും കൂടി കൊടുത്തിട്ടുണ്ട്.